Friends, what's for all are welcome to Financial Accounting new video class. നമ്മൾ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാണ്. ഒരു 4 മാർക്സ് ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇത്തിരി കോംപ്ലിക്കേഷൻ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതൊന്ന് കണ്ണിങ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്യാഷ് സെയിൽസ് ₹30,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് CGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ₹1,50,000, റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 25%, കാൽക്കുലേറ്റ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, ദെൻ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് വാട്ട് വിൽ ബി ദ പർച്ചേസ് എന്തായിരിക്കും പർച്ചേസ് എമൗണ്ട് ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് എന്താണ്? ഈ പർച്ചേസിന്റെ എമൗണ്ട് ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കിട്ടിയതുകൊണ്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സെയിൽസ് അറിയണം, അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് അറിയണം. അപ്പൊ അത് ആ ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും അറിയാമെങ്കിൽ ക്രെഡിറ്റ് സെയിൽസും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോസിലൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ഇവിടെ ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട് 30,000, എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ₹1,50,000. ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് minus closing stock. That is the cost of goods sold. ഈ പറയുന്ന that means opening stock plus purchase plus direct expense minus closing stock, that is equal to cost of goods. Here 1,50,000. Okay, അപ്പോൾ ഇത് ഈ ഇത്രയും ഇവന്റ് ആഡ് ചെയ്യലും മൈനസ് ചെയ്യലും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് 1,50,000 എന്ന് പറയുന്നത്. അതിന് കൂടെ തന്നെ പറയുന്നത് ക്യാഷ് സെയിൽസ് 30,000. അപ്പോൾ ക്യാഷ് സെയിൽസ് 30,000 ആണെങ്കിൽ ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,50,000 ആണ്. ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് ക്രെഡിറ്റ് സെയിൽസ്? അപ്പോൾ എല്ലാവരും ഓടി ചെന്നിട്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ക്യാഷ് സെയിൽസ് വിൽ ഗെറ്റ് 1,20,000 ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് സെയിൽസ്. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. കാരണം ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ആണ് 1,50,000. അതിനിവിടെ എത്ര സെയിൽസ്, ക്രെഡിറ്റിന് എത്ര സെയിൽസ് നടന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്യാഷ് സെയിൽസ് 30,000 ആണ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് എത്ര എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അതിന് ഒരു ഹിന്റ് തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 25%. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൺ സെയിൽസ്, നോട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 25% എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സെയിൽസ് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ക്യാഷ് സെയിൽസ് ആണ്, നോട്ട് ടോട്ടൽ സെയിൽസ്. ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ ക്യാഷ് സെയിൽസിന്റെ 25% എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ സെയിൽസ് കിട്ടണം. ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പൊ ആ ഒരു ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിന്റെ 25% ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അതിനിവിടെ ഈ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. സെയിൽസ്, ദാറ്റ് മീൻസ് ടോട്ടൽ സെയിൽസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യാം. Then how to calculate ക്രെഡിറ്റ് സെയിൽസ്? അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഹിന്റ് ഇത്ര മാത്രമാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 25% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെയിൽസ് 100, കോസ്റ്റ് 75, പ്രോഫിറ്റ് 25. ഇതാണ് റൂള്. സെയിൽസ് 100 ആണ്, കോസ്റ്റ് 75 ആണ്, ദെൻ പ്രോഫിറ്റ് 25 ആണ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ, അതായത് സെയിൽസ് 100 ആണ്,
കോസ്റ്റ് 75 ആണ്, പ്രോഫിറ്റ് 25 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ദാറ്റ് മീൻസ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസിന്റെ വേറെ 25% പ്രോഫിറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ എത്രയായിരിക്കും സെയിൽസ് എന്നറിയാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 75 ആണ്, ആണല്ലോ. കോസ്റ്റ് 75, പ്രോഫിറ്റ് 25, സെയിൽസ് 100. അപ്പൊ അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ടാണ് സെയിൽസ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സെയിൽസ് കാണാൻ സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് ഹിയർ ദ ടോട്ടൽ സെയിൽസ്. അപ്പൊ ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 75. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1,50,000. ഓക്കെ, 1,50,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 75. ക്ലിയർ ആണല്ലോ? അപ്പോൾ എത്ര കിട്ടും? ദാറ്റ് മീൻസ് 150 75 2 ടൈംസ്, then zeros ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. 000 then 00. ഓക്കെ, 2 lakh. That is the total sales. ഇത് ടോട്ടൽ സെയിൽസ് ആണ് 2 lakh. അതിന് ക്യാഷ് സെയിൽസ് എത്ര? 30,000. സോ ക്രെഡിറ്റ് സെയിൽസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്. ഓക്കെ, ടോട്ടൽ സെയിൽസ് എത്ര കിട്ടി? 2 lakh മൈനസ് ക്യാഷ് സെയിൽസ് 30,000. ഓക്കെ, സോ 1,70,000. ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഹിന്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 25% ആണ്. അപ്പൊ പ്രോഫിറ്റ് 25% ആണ്, കോസ്റ്റ് 75 ആയിരിക്കും, ദെൻ സെയിൽസ് 100 ആണ്. ഇനി ഇത് തിരിച്ചിട്ടാണ് തരുന്നതെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് 25 ആയിരിക്കും, കോസ്റ്റ് 125 ആയിരിക്കും. ആണോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ മേലെയാണ് തരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്യാഷ് സെയിൽസിൽ പകരം ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് ക്യാഷ് ടോട്ടൽ സെയിൽസ് ഇതിന്റെ വോളിയത്തിന് പകരം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ 25% ആണെങ്കിൽ ഇവിടെ എന്താവും? 125 ആവും. കോസ്റ്റ് സെയിൽസ് 100, ദെൻ കോസ്റ്റ് 125 ആയിരിക്കും, പ്രോഫിറ്റ് എന്തായിരിക്കും? 25 ആയിരിക്കും. ഓക്കെ, റിവേഴ്സ് എൻട്രിയിൽ പോകും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 75 വിൽ ഗെറ്റ് 2 lakh. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 1,75,000. ഇതെങ്ങനെ ക്രെഡിറ്റ് സെയിൽസ് 1,75,000 കിട്ടിയത്? ടോട്ടൽ 2 lakh ആണ്, അതിൽ ക്യാഷ് സെയിൽസ് 30 ആണ്, അത് മൈനസ് ചെയ്തു, 1,70,000 കിട്ടി. ദെൻ സെക്കൻഡ് പാർട്ടിൽ what will be the purchase if opening stock rupees 20,000, closing stock 30,000? രണ്ട് ഓപ്ഷൻ ആണ് ഇത് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. രണ്ടാമത്തത് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനും വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻസർ റൈറ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ചെയ്യുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ഇവന്റ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് rupees 1,50,000. ഓക്കെ, സോ 1,50,000 is equal to opening stock rupees 20,000 plus purchases എന്നാണ് മിസ്സിംഗ് ഫിഗർ ആണ്, then direct expense 0, then minus closing stock 30,000. ഇവിടെ 0 കൊടുത്തത് ഇങ്ങനെ ഒരു ഐറ്റം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 0 കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈക്വൽ ആണല്ലോ. അപ്പോൾ വേണമെങ്കിൽ 0 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. നമുക്കിത് സിംപ്ലൈസ്ഡ് ആക്കുന്നു. 1,50,000 is equal to 20,000 plus then question mark then minus 30,000. Okay, then purchases is equal to ini purchase find ചെയ്യുന്നു 1,50,000 minus 20,000 plus 30,000. And how much? 1,30,000 plus 30, 1,60,000.
ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പർച്ചേസസ് എമൗണ്ട് 1,60,000. ഇനി എന്ത് ചെയ്യുന്നു, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഈ പറയുന്ന 1,60,000 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്, ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ഡെബിറ്റ് ആസ്പെക്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവന്റ് എഴുതാം. സെയിൽസ്, ബൈ സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോട്ട് ഓൺലി ക്യാഷ് സെയിൽസ്, ഇൻക്ലൂഡഡ് ദി ക്യാഷ് സെയിൽസ് നമുക്കറിയാം 30,000 ആണ്. ക്രെഡിറ്റ് സെയിൽസ് 2 lakh ആണ്, സോറി 1,70,000, ടോട്ടൽ 2 lakh ആണ്. ഓക്കെ, അപ്പോൾ സെയിൽസ് റുപ്പീസ് 2 lakh നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ എമൗണ്ട്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് റുപ്പീസ് 30,000. ഓക്കെ, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ഹൗ മച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക്? 20,000. പർച്ചേസസ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പർച്ചേസസ് എമൗണ്ട് നമുക്ക് കിട്ടും, അത് ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. ഇനി ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയതാണ്. ഗ്രോസ് പ്രോഫിറ്റ് എത്ര നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്? മീൻസ് സെയിൽസിന്റെ 25% എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് 2 lakh ആണ്, ടോട്ടൽ സെയിൽസിന്റെ മേലെയാണ് കാണേണ്ടത് 25%. ഓക്കെ, then 25 into 2 50, then 50,000. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടി? 50,000. ഇനി വേറെ ആയിട്ടൊന്നും ആഡ് ചെയ്യാനോ ഡിഡക്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 2,30,000 then minus 50,000, then minus 20,000. You will get 1,60,000. That is the balancing figure. Okay, അപ്പോൾ ഈ 1,60,000 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ 1,60,000 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ വർക്കൗട്ട് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന മെത്തേഡ് ഏതാണോ, ഇതാണ് സിമ്പിൾ എന്ന് തോന്നുന്നത്, ഇത് അപ്ലൈ ചെയ്യാം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ആണ് സിമ്പിളായി തോന്നുന്നതെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മോട് പറഞ്ഞിട്ടുള്ളത് ക്രെഡിറ്റ് സെയിൽസ് കാണാനാണ്. 1,70,000 അപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 1,70,000. ദെൻ പർച്ചേസസ് കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 1,60,000. ഇതാണ് 4 മാർക്സ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചാൽ 2 മാർക്സ്, പർച്ചേസ് കണ്ടുപിടിച്ചാൽ അഗെയിൻ 2 മാർക്സ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരുന്നു എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എല്ലാവരും ഒന്ന് 2 or 3 ടൈംസിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഏത് രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും മിസ്സിംഗ് ആയിട്ടുള്ളത് ഫൈൻഡ് ചെയ്തു. അപ്പോൾ പർച്ചേസസ് മിസ്സിംഗ് ആയിട്ടുള്ളതും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ വേറെ ഉള്ളതും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വേറെ ഉള്ളതും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മാർക്കിൻ്റെ ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ ചോദിക്കാവുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും 2 or 3 ടൈംസിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം മറ്റൊരു പേജിൽ എഴുതിയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അക്കൗണ്ടിങ് പേപ്പറാണ്. ഇതിനകത്ത് പ്രോബ്ലംസ് വായിച്ച് പഠിച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. എത്ര തവണ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് എക്സാമുകളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ട്രൈ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.